തൊണ്ണൂറ്റൊന്നിലെ നരസിംഹറാവു സർക്കാർ യുഎന്നിൽ പാകിസ്ഥാൻ കൊണ്ടുവന്ന പ്രമേയത്തെ പരാജയപ്പെടുത്താൻ നിയോഗിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് അടൽ ബിഹാരി വാജ്പേയിയാണ്. ഇന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കേന്ദ്രം തിരഞ്ഞെടുത്തില്ല? അല്ലെങ്കിൽ കേന്ദ്രം 4 പേരെ ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ മുന്നോട്ട് വെച്ചില്ല? എന്താണ് ഇതിന് കാരണം? പ്രശാന്ത്, ഈ അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് പറയുന്നിടത്ത് ഈ രാഹുൽ ഗാന്ധിയുടെ ഒന്നും പേര് ചേർത്ത് വെക്കരുത്. ഇവിടെ BJP എന്നുള്ളത് അങ്ങ് മാറ്റി നിർത്തുക. ആര് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമേ, കവി, കവി. വാഗ്മി. ആ ഇനി നരസിംഹറാവുവിനെ നോക്കാം, വലിയ പണ്ഡിതനല്ലേ? അതെ, വലിയ പണ്ഡിതനാണ്. 18 ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാണ് നിരവധി എനിക്ക് പുസ്തകങ്ങൾ അറിയുന്നത്. എഴുതിയിട്ടുണ്ട്. വാജ്പേയിയുടെയൊക്കെ പേരിനോടൊപ്പം നമ്മൾ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാരന്മാരെ, എനിക്ക് മൊത്തത്തിൽ ഇവരോട് എനിക്ക് വെറുപ്പാണ്. അതിൻ്റെ അവസാനത്തെ കണ്ണിയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിനെതിരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവമല്ലേ. ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിയും, 8 നിലയെ പൊട്ടും, വിദേശത്ത് പോകും, അവിടെ ജനാധിപത്യമില്ല, അവിടെ ഫാസിസമാണ്, ഭരണകൂട ഭീകരതയാണ് എന്ന് പറഞ്ഞ് ഇന്ത്യ വിരുദ്ധരുമായിട്ട് ചേർന്ന് നടക്കുന്ന നമ്പർ 1 രാജ്യദ്രോഹി. ഇന്ത്യ വിരുദ്ധ പ്രൊപ്പഗണ്ട. നമ്പർ 1 രാജ്യദ്രോഹിയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇന്ത്യയിൽ ഒരു ശക്തമായ പ്രതിപക്ഷം ഇല്ലാതെ പോവുകയത്? എന്തുകൊണ്ടാണ്? ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹം തന്നെ പറയുകയാണ്, ഇതിനകത്ത് ഞാൻ മുൻകൈ എടുക്കാം, ഞാനും പോകാം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിയുടെ പേര് എഴുതി ചേർക്കത്തില്ലേ? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അങ്ങനെ മുന്നോട്ട് വന്നിട്ട് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കുകയാണെങ്കിൽ അത് കേന്ദ്രത്തിന് വലിയ തിരിച്ചടിയായിരിക്കും. അപ്പം ഇത് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മൈലേജ് എവിടെ വരെ എത്തുമായിരുന്നു? അതെ, ഗ്രാഫ് വല്ലാതെ ഉയരും. അതറിയത്തില്ല. ഇന്ന് മോദിക്ക് കിട്ടുന്ന ഒരു കയ്യടി ഉണ്ടല്ലോ, അതിന്റെ പകുതിയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായിട്ടും കിട്ടുമായിരുന്നു. അത് പറയാനുള്ള ധൈര്യമൊന്നുമല്ല. അല്ലാതെ എന്തുകൊണ്ടാണ് സാർ ഈ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ വിദേശത്ത് പോയി ഈ ഇന്ത്യയുടെ വാദം അവതരിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്? അദ്ദേഹത്തിന് എന്തെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടോ അങ്ങനെ ഒരു ചുമതല ഏറ്റെടുക്കുന്നതിനെ നിന്ന്? ഇല്ല, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നടക്കുകയാണ്. ഇന്ത്യയിൽ ഒരു കാലത്തും കോൺഗ്രസ് കയറി വരാൻ പറ്റില്ല, തനിക്ക് പ്രധാനമന്ത്രിയാകാനും കഴിയില്ല എന്നുള്ള. അല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പോസ്റ്റ് ഉണ്ട്, എല്ലാ കാലത്തും ഭാവി പ്രധാനമന്ത്രി എന്നൊരു പോസ്റ്റ്. ഭാവി പ്രധാനമന്ത്രി ഈ ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒന്ന് പതറും. ആരുടെ പേരാ പറയേണ്ടതെന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ ദുഷിച്ച മനസ്സുമായിട്ട് നടന്നത് രാജ്യത്തിനെതിരെ മുമ്പോട്ട് പോവുകയാണ്. ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയല്ലോ, ആ ലിസ്റ്റിൽ ശശി തരൂരിൻ്റെ പേരുണ്ടോ? ഇല്ല, അവർ ഉൾപ്പെടുത്തിയില്ല. ശശി തരൂരിൻ്റെ ഈ നയതന്ത്ര ബന്ധവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിലുള്ള അത്തരത്തിലുള്ള അക്കാഡമിക് ലെവലിലിരുന്ന ഒരാളല്ലേ. അതെന്താ ഇവർ പരിഗണിക്കാത്തത്? ഇവരുടെ പ്രശ്നം ഇവർക്ക് മുകളിലേക്കായി പോകും ശശി തരൂർ, അതാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം നടന്നു മല്ലികാർജുൻ ഖാർഗെയും തരൂരും തമ്മിൽ. തരൂര് നമ്മളൊക്കെ വിചാരിച്ചതിനപ്പുറത്തേക്ക് വോട്ട് പിടിച്ചു. ഒരു എതിരാളി ഇല്ലാതെ തരൂരിനെ അങ്ങ് ആ പദവി ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഇപ്പം കുറച്ചുകൂടെ തീർച്ചയായിട്ടും. അപ്പോഴെന്താണ്, ഇവർക്ക് ആ അമ്മച്ചിക്കും 2 മക്കൾക്കും ഒരു മരുമോനും ഇരുന്ന് ഭരിച്ചു കൊണ്ടുപോകണം. മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന കുശിനിക്കാരനെ കിട്ടിയിട്ടുണ്ട്. അവര് പറയും, ഈ കുശിനിക്കാരൻ വന്നു നിന്ന് വാർത്താ മാധ്യമങ്ങളോട് വിളമ്പും, ഇതേ ചെയ്യുന്നുള്ളൂ. പിന്നെ കൂട്ടിന് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരുവനുമുണ്ട്. പിന്നെ അല്ലാതെ എന്ത് വേണം? കോൺഗ്രസ് പരമദയനീയമല്ലേ. ഈ രാഹുൽ ഗാന്ധി, ഞാൻ നേരത്തെ ചോദിച്ചതുണ്ടല്ലോ, ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടോ ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ മുന്നോട്ട് വന്ന് സ്വയം ആ ചുമതല ഏറ്റെടുത്ത് വിദേശത്ത് പോയി ഇന്ത്യയുടെ ഭാഗം അവതരിപ്പിക്കാനും ഇന്ത്യയുടെ വാദങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ തയ്യാറാകുന്നതിന് പകരം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു? അത് രാഹുൽ ഗാന്ധി ആരെങ്കിലും ഭയപ്പെട്ടാണോ എന്ന് ഞാൻ നേരത്തെ ചോദിച്ചു. എനിക്ക് ഒരു സംശയം കൂടിയുണ്ട്, ഈ വിദേശത്ത് പോയി പാകിസ്ഥാനെ കുറ്റം പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണോ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു നിൽക്കുന്നത്?
അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂറ് ആരോടാണ്? ഇന്ത്യയോടാണോ പാകിസ്ഥാനോടാണോ? ഈ സംഭവം തെളിയിക്കുന്നത് സത്യത്തിൽ അത്തരത്തിലൊരു ഒരു ഒരു കാര്യമല്ലേ? ഇതിനകത്ത് അവരൊരു വർഗീയത കലർത്തുന്നുണ്ട്, അല്ലേ? അതെ, അങ്ങനെ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. പാകിസ്ഥാൻ മുസ്ലിം ഇസ്ലാമിക രാഷ്ട്രമാണ്. അതെ. അപ്പൊ മുസ്ലിം വിഭാഗം ഇവിടെ ഇതിനോട് രാഹുലിനോട് ഒരു വിയോജിപ്പ് കാണിക്കുന്നു. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, വനിതാ സേനാ മേധാവി അവര് ആരാ? മുസ്ലിം അതെ, സമുദായത്തിൽപ്പെട്ടവർ. അതെ, അതെ. സോഫിയ ഖുറൈഷി. അവര് കാര്യങ്ങളൊന്നും വിശദീകരിച്ചില്ലേ? ഉവ്വ്. അവർക്കൊക്കെ എത്രത്തോളം അതെ, രാജ്യത്തെ മുസ്ലിം സമുദായം ചില അവസരങ്ങളൊക്കെ അവിടെ ഇവിടെ ഉയർന്നെങ്കിലും ബഹുഭൂരിഭാഗവും ഇന്ത്യൻ സേനയ്ക്കൊപ്പം, ഇന്ത്യ ഗവൺമെന്റിനൊപ്പം, രാജ്യത്തിനൊപ്പം, ദേശീയതയ്ക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ പഹൽഗാം സംഭവത്തിൽ കണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് രാജ്യ താല്പര്യം ഒന്നും അല്ല നിൽക്കുന്നത്, ഇവർക്ക് കുടുംബ താല്പര്യവും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പം BJPയെയും നരേന്ദ്രമോദിയെയും എത്രത്തോളം താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമാണ് അധ്വാനമാണ് നടത്തുന്നത്. അതൊന്നും വൃഥാവിലാകില്ല, അല്ലേ എന്നുള്ള കണക്കുകൂട്ടലിൽ പോവുകയാണ്. ശരിക്കും സാർ, ഈ അവസരം കളഞ്ഞു കുളിച്ച് രാഹുൽ ഒരു വലിയ മണ്ടത്തരം കാണിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി എല്ലാ അവസരങ്ങളും കളഞ്ഞു കുളിക്കുക മാത്രമാണല്ലോ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് 2019 ഇവര് വലിയ പ്രതീക്ഷയിൽ നിന്നതാണ്, ഈ വലിയ തരംഗം ഉണ്ടാക്കും ഇന്ത്യയിൽ. 2014 നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ കയറി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. 19 വലിയ ആവേശത്തോടുകൂടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കേരളത്തിലുള്ള വലിയ കോൺഗ്രസ്സുകാരെല്ലാം പ്രതീക്ഷിച്ചതാണ്. 19 ദയനീയ പരാജയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധി ചെയ്തത് എന്താ? എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നും പറഞ്ഞ് ഈ കമ്പൊടിച്ചിട്ടിട്ട് അദ്ദേഹം വിദേശത്ത് പോവുകയാണ് ചെയ്തത്. തോൽവി ധൈര്യത്തോടുകൂടി ഏറ്റെടുത്ത് വീണ്ടും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് മുമ്പോട്ട് പോയി സ്വന്തം പാർട്ടിയെ നയിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെ രാജ്യ താല്പര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പോയി വിദേശത്ത് വിശദീകരിക്കും? അവരുടെ മുന്നിൽ പോയി ഹാസ്യ കഥാപാത്രമാകും. കഴിഞ്ഞ ആഴ്ച വന്ന് ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ സംസാരിച്ചിട്ട് പോയ ആളാണല്ലോ എന്ന് പറയും. അപ്പോൾ എന്തായിരിക്കും? രാഹുൽ ഗാന്ധിക്ക് വിദേശങ്ങളിൽ വലിയ പേരൊന്നുമില്ല. ഈ നെഹ്റു കുടുംബം എന്ന് പറഞ്ഞ് നടക്കുക മാത്രമാണ് ചെയ്യുന്നത്. നെഹ്റു കുടുംബത്തിന്റെ ഒക്കെ കാലം കഴിഞ്ഞു, അതൊക്കെ അപ്രസക്തമായി പോവുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെ ഒരുപാട് പറ്റിച്ചു വരും, അല്ലേ? അതൊക്കെ ശക്തമായ തിരിച്ചടിയും ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടങ്ങിയത് വാജ്പേയിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. വാജ്പേയിയെ സംബന്ധിച്ചിടത്തോളം വാജ്പേയിയുടെ ഔന്നത്യം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തന്നെ അങ്ങോട്ടേക്ക് നോക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഔന്നത്യത്തിൽ നിൽക്കുകയാണ്. അല്ലേ? ആ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ അദ്ദേഹത്തിന് സവിശേഷമായ ഒരു സാന്നിധ്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമാണ് സമ്മതിക്കേണ്ടത്. ഈ നരസിംഹറാവുവിനെയൊക്കെ തന്നെയും, നരസിംഹറാവുവിനെ ആയാലും പലരെയും കോൺഗ്രസിൽ പല പ്രഗത്ഭന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ട്. നമ്മുടെ പിന്നീട് രാഷ്ട്രപതിയായ ബംഗാൾ സ്വദേശി പ്രണബ് മുഖർജി വലിയ പണ്ഡിതനല്ലായിരുന്നു? അതെ. അദ്ദേഹത്തെയൊക്കെ ഒതുക്കുകയല്ലായിരുന്നു ചെയ്തത്? നരസിംഹറാവുവിനെയും ഒതുക്കുകയായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായി എനിക്ക് പറഞ്ഞാൽ മൻമോഹൻ സിംഗിനെ പോലെ ഒരു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറയാം. കരുണാകരനാണെന്ന് തോന്നുന്നു. അതെ, അന്ന് ചരട് വലിച്ചത് ലീഡറാണ്. ലീഡറാണ്. ശരത് പവാറിനെ വെട്ടി നരസിംഹറാവുവിനെ കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിന് വലിയ കൈയുണ്ട്. മൻമോഹൻ സിംഗ് വലിയ സ്കോളർ കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിന് വേറൊരു ഒരു ബ്യൂറോക്രാറ്റിക് സ്വഭാവമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ ലെവൽ വേറൊന്നാണ്. അദ്ദേഹത്തിന് നമ്മൾ കുറ്റം പറയുന്നില്ല. പിന്നെ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല, രാഷ്ട്രീയക്കാരനല്ല. ആ ചടുലത, ഒരു രാഷ്ട്രീയക്കാരന്റെ ചടുലത അദ്ദേഹത്തിന് ഇല്ല. പക്ഷെ അദ്ദേഹം വളരെ സാത്വികനായ, സാധുവായ, വളരെ വിനയാനിതനായ ഒരു മഹാനായ മനുഷ്യനാണ്. അപ്പം ഇവരുടെ ഒന്നും പട്ടികയിലോട്ട് രാഹുൽ ഗാന്ധി ഒന്നും എടുത്തു വെക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസ് രക്ഷപ്പെടാത്തതും രാഹുൽ ഗാന്ധിയെ ഏൽപ്പിക്കാത്തതും. രാജ്യം ആരെങ്കിലും, ഇന്ത്യ ജനത രാഹുൽ ഗാന്ധിയെ രാജ്യം ഏൽപ്പിക്കൂ? എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് തന്നെ ആയിരിക്കും മോദി സർക്കാരും രാഹുൽ ഗാന്ധിയുടെ പേര് ഇതിനകത്ത് പറയാത്തത്. കോൺഗ്രസിനും ആ തിരിച്ചറിവ് ഉള്ളത് കൊണ്ടായിരിക്കണം അവർ രാഹുൽ ഗാന്ധിയുടെ പേര് മുന്നോട്ട് വെക്കും. അവരാരും ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അവർക്കറിയാം രാഹുലിന്റെ കാലിബർ എവിടെ വരെ ഉണ്ടെന്ന്.